നമസ്കാരം. വിവാഹ പൊരുത്തത്തില് വശ്യപ്പൊരുത്തം, വശ്യതയാണ് വേണ്ടത്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് തോന്നുന്ന ഇപ്പൊ 6 വർഷം പ്രേമിച്ചു. 6 വർഷം പ്രേമിച്ചപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം വരുമ്പോ ആ ഇഷ്ടം ഇല്ലാണ്ടായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. 6 വർഷം പ്രേമിച്ചു. അപ്പൊ 6ഉം 2 8 വർഷമായിട്ട് നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവിടെ വശ്യതയില്ല. ചിലർ ചോദിക്കാറുണ്ട്, വശ്യപ്പൊരുത്തം ഇല്ലെങ്കിൽ, വശ്യതയില്ലെങ്കിൽ എന്താണ്? പൊരുത്തത്തിലാണെങ്കിലും വിവാഹ ജീവിതത്തിലാണെങ്കിലും ചോദിക്കാറുണ്ട്, വശ്യതയില്ലെങ്കിൽ എന്താണ്? വശ്യതയില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടെങ്കിലും അവിടെ എന്തായിരിക്കും? പിന്നെ ദേഷ്യമായിരിക്കും വശ്യതയില്ലാതെ വന്ന. അപ്പം വശ്യതയില്ലാതെ വരുമ്പോൾ എന്താണ് അതിന് പരിഹാരമായിട്ട്? ദമ്പതികൾക്ക് ശാരീരികമായിട്ടും മാനസികവുമായിട്ട് പരസ്പര ആകർഷണവും ബഹുമാനവും ഒക്കെ ഐക്യവും ഒക്കെ ഉണ്ടാക്കുന്നത് വശ്യപ്പൊരുത്തത്തിലാണ്. ഇപ്പോൾ 6 വർഷം പ്രേമിച്ച് നടന്നു എന്നാൽ ചിലപ്പോൾ അവിടെ എന്താണ്, ശാരീരിക ഒരു പൊരുത്തം അവിടെ വന്നിട്ടുണ്ടാവില്ല. പരസ്പരം കാണുമ്പോഴുള്ള ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ കഴിഞ്ഞാൽ പരസ്പരം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്നു. ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ശാരീരികമായിട്ടുള്ള ആ ഒരു ചേരലാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള പൊരുത്തപ്പെടലുകളിൽ അവിടെ ബഹുമാനവും ഐക്യവും ഉണ്ടാകാനായിട്ട് നമുക്ക് വശ്യപ്പൊരുത്തം വളരെ അത്യാവശ്യമാണ്. വശ്യത വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വശ്യപ്പൊരുത്തം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പരസ്പരമുള്ള ആകർഷണവും ബഹുമാനവും കുറഞ്ഞിരിക്കും. പരസ്പരം ഒരു ബഹുമാനം ഉണ്ടാവില്ല, ആകർഷണം ഉണ്ടാവില്ല, ആ ഒരു വശ്യത ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. കാണുമ്പോൾ തന്നെ സംസാരത്തിൽ ശാരീരികമായിട്ട് അവർ ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് പരസ്പരം വിദ്വേഷം വരാം. രണ്ടുപേർക്കും കൂടിച്ചേരാൻ പറ്റാതെ വരാം. അപ്പോൾ അവിടെ വശ്യപ്പൊരുത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിഹാരമായിട്ട് നമുക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഐകമത്യ ഹോമം ചെയ്യാം, ഐകമത്യ പുഷ്പാഞ്ജലി ചെയ്യാം, യഥാശക്തി നമുക്ക് ഉമാമഹേശ്വര പൂജ നടത്താം, അതുപോലെ നാരായണ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിത്യവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഐകമത്യ ഹോമം, ഐകമത്യ പുഷ്പാഞ്ജലിയൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യയും ഭർത്താവിൻ്റെയും പേരിൽ നടത്തുന്നതുമൊക്കെ ഈ വശ്യപ്പൊരുത്തം പരിഹരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ, പൂജകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐകമത്യ പുഷ്പാഞ്ജലിയായിട്ട് വീട്ടിൽ തന്നെ ഹോമമായിട്ടൊക്കെ ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി ഇരുത്തി ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് അത് ചെയ്യുന്നതുമൊക്കെ ഈ വശ്യപ്പൊരുത്തത്തിന് ദോഷങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് ഉത്തമമാണ്.